ആ ഇനി നമുക്ക് നോക്കാനുള്ള ഫെയിലുവർ ഓഫ് കോളംസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ 6 മോഡ്യൂളിൽ നമ്മൾ കോളംസ് ആൻഡ് എന്ന് ആദ്യം പറയണം. കോളം എന്ന് പറഞ്ഞാൽ എ മെമ്പർ ഓഫ് ദ സ്ട്രക്ചർ വിച്ച് ഈസ് ആക്ച്വലി വെർട്ടിക്കൽ ആൻഡ് ബോത്ത് ഓഫ് ഇറ്റ്സ് എൻഡ്സ് ആർ ഫിക്സഡ്. അതായത് നമ്മളിപ്പോൾ കോളംസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫ്ലോറും റൂഫും തമ്മിൽ കണക്ട് ചെയ്യുന്ന എന്താണ് മെമ്പർ ഉണ്ടാകത്തില്ലേ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോളംസ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇപ്പം വലിയ ഫ്ലാറ്റൊക്കെ വെക്കുമ്പോൾ കോളംസ് ചെയ്തിട്ടിട്ട് പിന്നെ അതിലെന്താണ് പാർട്ടീഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം മെമ്പർ ഓഫ് എ സ്ട്രക്ചർ വിച്ച് ഈസ് വെർട്ടിക്കൽ, അത് എന്തായിരിക്കണം, വെർട്ടിക്കലായിരിക്കണം. കൂടാതെ അതിൻ്റെ ബോത്ത് ഓഫ് ഇറ്റ്സ് എൻഡ്സ് ആർ ഫിക്സഡ്, രണ്ട് എൻഡ്സും എന്തായിട്ട് വരുന്നു, ഫിക്സഡ് ആയിട്ട് വരുന്ന ആ ഒരു സാധനത്തിന് നമ്മളെന്ന് പറയുന്ന ഫിക്സഡ് റിജിഡ്ലി എന്ന് പറഞ്ഞാൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥമല്ല. അതിപ്പോൾ പിൻ ജോയിൻ്റ് ആവാം, ഹിഞ്ചഡ് ജോയിൻ്റ് ആവാം, പക്ഷേ എന്താണ് ഒരു പർട്ടിക്കുലർ ജോയിൻറ്റിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നു. വൈൽ സബ്ജക്റ്റ് ടു ആക്സിയൽ കംപ്രസീവ് ലോഡ്. അവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കംപ്രഷൻ ലോഡാണ് അവിടെ എന്ത് ചെയ്യുന്നത്, സബ്ജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോളം എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മെമ്പറാണ്, ഒരു വെർട്ടിക്കൽ മെമ്പറാണ്. ദിസ് വെർട്ടിക്കൽ മെമ്പർ ഈ സബ്ജക്റ്റ് ടു എ പർട്ടിക്കുലർ കംപ്രഷൻ ലോഡ്, അതായത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഡ് കൊടുക്കുന്നു. അങ്ങനെയുള്ളതിനെ നമ്മൾ കോളംസ് എന്ന് വിളിക്കും. ഇനിയിപ്പോൾ വെർട്ടിക്കൽ ആവാത്ത രീതിയിലുള്ള ഇതേപോലെ കംപ്രഷൻ ലോഡുള്ള മെമ്പേഴ്സിനെ നമ്മൾ സ്ട്രട്ട് എന്ന് പറയും. ദ മെമ്പർ ഓഫ് എ സ്ട്രക്ചർ ഇറ്റ് ഈസ് നോട്ട് വെർട്ടിക്കൽ ആൻഡ് ഒൺ ഓർ ബോത്ത് ഓഫ് ഇറ്റ്സ് എൻഡ്സ് ആർ ഹിഞ്ച്ഡ്. അതായത് ഒരു എൻഡോ അല്ലെങ്കിൽ വെർട്ടിക്കൽ അല്ലാതാവുന്ന സമയത്ത് ഒന്നുകിൽ എന്താണ് ഹിഞ്ച്ഡ് ആയിരിക്കും ഒരു എൻഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ രണ്ട് എൻഡ്സും എന്താവാം, ഹിഞ്ച്ഡ് ആവാം. എക്സാമ്പിൾ നമ്മൾ കണക്റ്റിംഗ് റോഡൊക്കെ എന്താണ്, ഒരു കംപ്രഷൻ ലോഡ്സ് കണക്റ്റിംഗ് റോഡിലേക്ക് വരുന്ന ഒരു സ്ട്രട്ട് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ കോളം എന്ന് പറയുന്നതിനെ കുറിച്ചാണ് നമുക്ക് ഈ ഒരു മോഡ്യൂളിൽ പറയാനായിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു പോർഷനിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ പറയുന്നത് ഫെയിലിയർ ഓഫ് കോളംസ് ആണ്. അപ്പോൾ ഞാനിത് ഇങ്ങനെ എഴുതി വെച്ച് പോകുന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ടോപ്പിക്ക് കവർ ചെയ്യണമെങ്കിൽ ഇതേ ഉള്ളൂ നിർവാഹം. പക്ഷേ കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്ച്വലി സമയം എടുത്ത് പറഞ്ഞു പോവുകയാണെങ്കിൽ കൂടുതൽ മനസ്സിലാവും. പക്ഷേ ആവശ്യമില്ലാത്ത സമയം പോകും. ഞാനിത് എഴുതി വരുമ്പോൾ തന്നെ ഒരു 5 മിനിറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് ആണ് ഇത് ആക്ച്വലി കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി നമ്മൾ എഴുതി തന്നെ പഠിപ്പിക്കുന്നതാണ് നല്ലത്. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു നോട്ടെന്ന് പറയുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ ആ നോട്ട് എടുത്ത് PDF നോക്കിയിട്ട് അതും കൂടെ വെച്ചിട്ട് ഈ ഒരു വീഡിയോയും കൂടെ ഹെൽപ്പ് വെച്ചിട്ട് നിങ്ങൾ പഠിക്കുക. അപ്പോൾ 2 വീഡിയോ ആയിട്ടായിരിക്കും നമ്മളിത് ചെയ്യുന്നുണ്ടാവുക. ഫസ്റ്റ് കോളംസിൻ്റെ ഫെയിലുവറിൻ്റെ തിയറീസ് നമ്മൾ പറയും, തിയറി പോർഷൻ പഠിച്ചു തീർക്കും ഈ ഒരു പോർഷനിൽ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ. അത് കഴിഞ്ഞിട്ട് അതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാക്സിമം ലെന്ത് കുറച്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അടുത്തതെന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ അടുത്ത് തൊട്ടുടനെ നമ്മൾ ചെയ്യും. അപ്പോൾ ആ 2 വീഡിയോസും കൂടെ നോക്കിയിട്ട് വേണം ഈ ഒരു കോളംസിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യിക്കാനായിട്ട്, ഫിനിഷ് ചെയ്യിക്കാനായിട്ട്. അപ്പോൾ അത് ആലോചിച്ചോളണേ. അപ്പോൾ ഇതിൽ നമുക്കിനി പറയാനായിട്ടുള്ളത്, അപ്പോൾ കോളംസിൻ്റെ ഫെയിലുവറിനെ കുറിച്ച് പറയുമ്പം നമുക്ക് 2 ടൈപ്പ് കോളംസ് ഇവിടെ ഉണ്ട്. നമുക്ക് ഒന്നെന്ന് പറയുന്നത് ആ ഫെയിലുവർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ, അതിൽ ആക്ട് ചെയ്യുന്ന ഡയറക്റ്റീവ് കംപ്രസീവ് സ്ട്രെസ്സാണ്. കംപ്രസീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, അവിടെ അതിലേക്കൊരു ഫോഴ്സ് കംപ്രഷൻ ലോഡ് ഉള്ളതുകൊണ്ട് ആ ലോഡിനെ ഫോഴ്സ് ബേ ഏരിയ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെസ് ഉണ്ടാവും. അതാണ് അവിടുത്തെ കംപ്രസീവ് സ്ട്രെസ്. പക്ഷേ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രണ്ടാമത് പറഞ്ഞ സാധനമാണ്, അതായത് നമ്മുടെ ബക്ലിംഗ് സ്ട്രെസ് എന്ന് പറയും. ഈ ബക്ലിംഗ് സ്ട്രെസ് അഥവാ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ കോളംസിനെ നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് കംപ്രഷൻ അവിടെ ഉണ്ടാവും, ഓഫ് കോഴ്സ് ഉണ്ടാവും അവിടെ, അതുകൊണ്ട് ക്രഷിങ്ങും ഉണ്ടാവും. പക്ഷേ ഈ നല്ല ലോങ് ആയിട്ടുള്ള കോളംസ് ആണെങ്കിൽ ഇതിൻ്റെ ലെന്ത് ഇങ്ങനെ കൂടുന്തോറും ഇതിങ്ങനെ ബെൻഡ് ആവും. ഈ കോളം ഇങ്ങനെ ബെൻഡ് ആവാനുള്ള ചാൻസ് കൂടുതൽ, അഥവാ ബക്കിള് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബക്ലിംഗ് സ്ട്രെസ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ ലെന്ത് കൂടിയ കോളംസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഓഫ് കോഴ്സ് അവിടുത്തെ ക്രഷിംഗ് സ്ട്രെസ്സിനെ കാട്ടി അവിടുത്തെ ബക്ലിംഗ് സ്ട്രെസ് ആണ് അവിടെ കൂടുതൽ, അല്ലെങ്കിൽ ഈ ക്രഷിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് അതിനെ എന്ത് ചെയ്തില്ല, ഫെയിൽ ചെയ്യിക്കത്തില്ല. പക്ഷേ അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് അല്ലെങ്കിൽ ബെൻഡിങ് കൊണ്ടാണ് അത് കൂടുതലായിട്ട് എന്തായി പോകുന്നത്, ഫെയിലായി പോകുന്നത്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. നമ്മൾ അവിടുത്തെ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് അഥവാ ബക്ലിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ആവാം, എങ്ങനെ കണ്ടുപിടിക്കുക, അതിൻ്റെ ഫെയിൽ ആവുന്ന സ്ട്രെസ് എത്ര, ആ ബക്ലിംഗ് സ്ട്രെസ് എത്രയാണ്. അപ്പോൾ ഡയറക്റ്റ് നമ്മളിപ്പോൾ ഒരു കംപ്രഷൻ ലോഡ്, നമ്മളിവിടെ ഒരു കംപ്രഷൻ ലോഡ് കൊടുക്കുമ്പോൾ ഈ ഒരു സാധനം ഇങ്ങോട്ടേക്ക് ബെൻഡ് ആവുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇവിടെ എന്തുകൊണ്ട് ഇവിടെ ഒരു കോളം ഉണ്ടെന്ന് വെക്കാം. അപ്പോൾ ഈ കോളത്തിൽ ഞാനിവിടെ എന്ത് ചെയ്യുന്നു, ലോഡ് ചെയ്യുന്നു, ഹിഞ്ചഡായിട്ടുള്ള കോളം. അപ്പോൾ ഇത് ഇങ്ങോട്ട് എന്താവും, ബെൻഡ് ആവും. അപ്പോൾ ഈ ബെൻഡ് ആവുന്ന സാധനം ഈ ക്രഷിങ് സംഭവിച്ച അഥവാ ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് കൊണ്ടുണ്ടാവുന്ന ഫെയിലുവറിനെ കാട്ടി ഈ ബെൻഡിങ് കൊണ്ടുണ്ടാവുന്ന ഫെയിലുവറാണ് പെട്ടെന്ന് സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അതാണ് അവിടുത്തെ സിഗ്നിഫിക്കൻസ്. ഈ ലെന്ത് ഓഫ് ദ കോളം കൂടുന്തോറും അതിൻ്റെ ഫെയിലുവർ റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നത് കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ് ഈ ബക്ലിംഗ് എന്ന് പറയുന്നത്. നമ്മൾ ഡയറക്റ്റ് കംപ്രഷൻ മാത്രം
നമ്മൾ എന്ത് ചെയ്തു, കോൺസെൻട്രേറ്റ് ചെയ്ത് ഇത് ഈ ഒരു ബീമിൻ്റെ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമ്മളവിടെ എന്ത് സംഭവിക്കും, ആ ബെൻഡിങ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് നമ്മളെ മിസ്സാവും, അല്ലെങ്കിൽ ആ ബെൻഡിങ് സ്ട്രെസ് കറക്റ്റ് സെറ്റ് ചെയ്യണം. അത് പെട്ടെന്ന് ഫെയിലാവുന്നത് ഈ ബെൻഡിങ് കൊണ്ടായിരിക്കും. ക്രഷിങ്ങിന് കൂടുതലും എന്താവും, സ്ട്രെസ് അത് വിസ്റ്റാൻഡ് ചെയ്യുമായിരിക്കാം. നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോർമുലാസ് അല്ലെങ്കിൽ അനാലിസിസ് വെച്ചിട്ട് ക്രഷിങ് സ്ട്രെസ് എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് കിട്ടുമായിരിക്കും, പക്ഷേ ബെൻഡിങ് സ്ട്രെസ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ബെൻഡിങ് പെട്ടെന്ന് സംഭവിക്കുന്നുള്ളതുകൊണ്ട് ബെൻഡിങ്ങിനുള്ള ചാൻസസ് കൂടുതലായതുകൊണ്ട് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബക്ലിംഗ് സ്ട്രെസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മൾ ഈ ഫെയിലിയേഴ്സ് ഓഫ് കോളംസിൽ നമ്മളിവിടെ ഈ ഒരു പോർഷൻസിൽ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് കമ്പൈൻഡ് കംപ്രസിബിൾ ആൻഡ് ബക്ലിംഗ് സ്ട്രെസ്. അതായത് ഇവിടെ ഈ കംപ്രഷൻ സ്ട്രെസ് ഡയറക്റ്റ് സ്ട്രെസ്സും ഉണ്ട്. ഡയറക്റ്റ് സ്ട്രെസ് എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ ഇവിടുത്തെ ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ ഫോഴ്സ് പി എന്ന് പറയുന്നത് ഏരിയ ഉണ്ട്, പി ബൈ ഏരിയ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സ്ട്രെസ്സാണ് ഇവിടുത്തെ ഡയറക്റ്റ് സ്ട്രെസ് എന്ന് പറയുന്നത്. പിന്നെ ബെൻഡിങ് സ്ട്രെസ് എന്ന് പറയുന്നത് ബെൻഡിങ് കൊണ്ടുണ്ടാവുന്ന സ്ട്രെസ്സാണ്. അപ്പോൾ ആ രണ്ടും കൂടെ കമ്പൈൻഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫെയിലിയർ സംഭവിക്കാം. അപ്പോൾ ഇത്രയാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ കോളംസിന് നമ്മൾ പ്രധാനമായിട്ട് 2 കാറ്റഗറീസിൽ പെടുത്തുന്നുണ്ട്. ഒന്ന് ഷോർട്ട് കോളംസും മറ്റടുത്തൊന്ന് ലോങ് കോളംസ്. അപ്പോൾ ഈ ഷോർട്ട് കോളംസും ലോങ് കോളംസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇത് ഷോർട്ട് കോളമാണ്, ഇത് ലോങ് കോളമാണ്. ഈ ഷോർട്ട് കോളം എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മെമ്പറാണ്, സ്ട്രക്ചറിലുള്ള ഒരു വെർട്ടിക്കൽ മെമ്പറാണ്, സബ്ജക്റ്റഡ് ടു കംപ്രസീവ് സ്ട്രെസ്സസ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഷോർട്ട് കോളം എന്ന് പറയണമെങ്കിൽ ഇറ്റ് വിൽ ബി ഹാവിങ് എ പെർട്ടിക്കുലർ ലെന്ത്, അതായത് ഇതിനൊരു ലെന്ത് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഞാൻ പറയുന്നു ഈ ഒരു കോളത്തിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് L എന്ന് പറയുന്നു. സേ L ഈസ് ഈക്വൽ ടു, ഇപ്പോൾ പറയുവാണ് ഇവിടെ ജസ്റ്റ് L ഈസ് ഈക്വൽ ടു 20 എന്ന് പറയുവാണ്. അപ്പം അതേസമയം ഇതിൻ്റെ ലാറ്ററൽ ഡൈമെൻഷൻസ് എന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോൾ ലെന്തും ബ്രെഡ്ത്തും ഉണ്ടാവുമല്ലോ. ലെന്തും ബ്രെഡ്ത്തും ഉണ്ടാകുമ്പോൾ ഇതെന്ന് പറയുന്നത് 3ഉം ഇതെന്ന് പറയുന്നത് 2 എന്നും പറയുന്നു. ലെന്ത് വന്ന് ബ്രെഡ്ത്തും വിഡ്ത്തും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ബ്രെഡ്ത്തും വിഡ്ത്തും നമ്മൾ പറയുമ്പോൾ 3 and 2 ആണെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ലെന്ത് ഡിവൈഡഡ് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡൈമെൻഷൻ 2 ഉണ്ട് 3 ഉണ്ട്. അപ്പോൾ ഞാൻ ലെന്ത് എന്ന് പറയുന്നത് 20 ആയിട്ട് എടുക്കുന്നു, ഡിവൈഡഡ് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡൈമെൻഷൻ 2 എന്ന് പറയുന്ന ലേറ്റ് ലാറ്ററൽ ഡൈമെൻഷൻ 20/2 എന്ന് പറയുന്നത് എത്ര കിട്ടും, 10. അപ്പോൾ 10 ലെസ് ദാൻ എത്രയാണ്, 12 ആണ്. അപ്പോൾ ഇങ്ങനെ വരുന്ന സാധനത്തിനെയാണ്, ഇങ്ങനെ വരുന്ന കോളംസിൽ നമ്മൾ ഷോർട്ട് കോളംസ് എന്ന് പറയും. സിംപ്ലി പറഞ്ഞാൽ ഈ ലെന്ത് ഓഫ് ദ കോളം എന്ന് പറയുന്നത് നമ്മുടെ ലാറ്ററൽ ഡൈമെൻഷൻസിൻ്റെ ലീസ്റ്റ് ലാറ്ററൽ ഡൈമെൻഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയ്ക്ക് വലിയ വേരിയേഷൻസും ഇല്ല. 2ഉം 20ഉം തമ്മിൽ ഒരു വലിയ വേരിയേഷൻസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. അതായത് ഡ്യൂ ടു, അപ്പോൾ ഇങ്ങനെയുള്ള കോളംസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഷോർട്ട് കോളംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ലെന്ത് ഈസ് ലെന്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ഹാവിങ് എ വെരി ഹയർ വാല്യൂ ആസ് കമ്പയർഡ് ടു ദി ലീസ്റ്റ് ലാറ്ററൽ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ നമുക്കത് എന്താണെന്ന് പറയാം, ഇറ്റ് ഈസ് എ ഷോർട്ട് കോളം എന്ന് പറയാം. അതേസമയം അപ്പോൾ ഇങ്ങനെയുള്ള ഷോർട്ട് കോളംസിൻ്റെ അനാലിസിസിൽ നമ്മൾ ബെൻഡിങ് വലുതായിട്ട് നടക്കത്തില്ല. കാര്യം ലെന്ത് കൂടുന്തോറുമാണ്, ഇവിടെ നിന്ന് ലെന്ത് ഇത്രത്തോളം കൂടും, അതിനനുസരിച്ച് ബെൻഡിങ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും, ബെൻഡിങ്ങിൻ്റെ ചാൻസസ് കൂടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഷോർട്ട് കോളംസ് അനാലിസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ക്രഷിങ് എന്ന് പറയുന്നത് സംഭവിക്കുന്നത് ആ ഒരു കംപ്രസീവ് സ്ട്രെസ് കൊണ്ട് അല്ലെങ്കിൽ കംപ്രഷൻ ലോഡിങ് കൊണ്ട്. അതായത് ഇവിടെ ഫോഴ്സ് അങ്ങോട്ട് കൂടുമ്പോൾ ഈ ക്രഷായി പോകും. നമ്മൾ യൂട്യൂബിലേക്ക് കണ്ടില്ലേ, ഫോണൊക്കെ മണ്ടേ കൂടി നമ്മൾ വണ്ടി ഓടിച്ച് ക്രഷ് ചെയ്ത് കളയും, അതുപോലെ അത് ഷോർട്ട് കോളമാണത്. അപ്പോൾ ആ ക്രഷിങ് സ്ട്രെസ് എന്ന് പറയുന്നത് മാത്രം നമ്മൾ നോക്കിയാൽ, അത് കംപ്രഷൻ കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഡ്യൂ ടു കംപ്രഷൻ ലോഡിങ് അല്ലെങ്കിൽ കംപ്രസീവ് ലോഡ് ഷോർട്ട് കോളംസ് ഫെയിൽ ഡ്യൂ ടു ക്രഷിങ്. അതായത് ആ കംപ്രഷൻ കൊണ്ട് അവിടെ ക്രഷിങ് മുഖേനയാണ് ആ ഷോർട്ട് കോളംസ് എന്ത് ചെയ്യുന്നത്, ഫെയിലായി പോകുന്നത്. നമ്മൾ ഫോണിൻ്റെ മണ്ടേ കൂടെ വണ്ടി കയറ്റുമ്പോൾ അത് ഫെയിലായി പോകുന്നത് ഷോർട്ട് കോളമാണ്, അതിന് ക്രഷിങ് വഴിയാണ് പോകുന്നത്. അതിന് ബെൻഡിങ് എന്ന് പറയുന്നത് നമുക്ക് അതിൻ്റെ ലെന്ത്, നിങ്ങൾ മനസ്സിൽ ഒന്ന് ചിന്തിച്ച് നോക്കുക, ഈ ലെന്ത് കൂടുന്തോറും അവിടെ എന്ത് സംഭവിക്കൂ, ഇത് ബെൻഡ് ആവത്തുള്ളൂ അല്ലേ. അപ്പോൾ ലെന്തിൻ്റെ ആ ഒരു ഇതില്ലാത്തതുകൊണ്ട്, കാര്യം ലെന്ത് കൂടുന്നതനുസരിച്ച് ഇവിടെ ബെൻഡാവും. അപ്പോൾ ഇവിടെ കംപ്രഷൻ ലോഡ് വരുമ്പം ഇതിങ്ങനെ ബെൻഡാവും, ഇതേമാതിരി ഇങ്ങനെ ബെൻഡാവും. അപ്പോൾ ഈ ബെൻഡിങ് വലുതായിട്ട് നടക്കത്തില്ല ഷോർട്ട് കോളംസിൻ്റെ കേസിൽ. അപ്പോൾ അവിടെ നടക്കുന്നത് ക്രഷിംഗ് ആണ്. അപ്പോൾ ആ ക്രഷിംഗ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ PC ബൈ ഏരിയ. PC എന്ന് ഉദ്ദേശിച്ച് ഇവിടെ ലോഡ്, ക്രഷിങ്ങിന് കാരണമായ ലോഡ് ആയതുകൊണ്ട് അതിനെ നമ്മൾ ക്രഷിംഗ് ലോഡ് എന്ന് വിളിക്കുന്നു. അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ ക്രഷിംഗ് സ്ട്രെസ് കണ്ടുപിടിക്കാൻ അവിടുത്തെ ഫോഴ്സിനെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾ എപ്പോഴും ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ ഇതാണ് ഒരു ഷോർട്ട് കോളംസിൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞു ഈ ഒരു വീഡിയോ ഫുൾ തിയറി പ്ലസ് അതിൻ്റെ തിയററ്റിക്കൽ ആസ്പെക്ട്സ് കവർ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അടുത്തതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ കൂടുമ്പോഴേ നമ്മളൊരു കംപ്ലീറ്റ് ചെയ്ത സാധനമാകത്തുള്ളൂ. നമ്മൾ ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കണം, പിന്നെ നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഇവിടെ ഫെയിലിയേഴ്സ് ഓഫ് ലോങ് കോളം, ഞാൻ ഇത്തിരി സ്പീഡിൽ പറയുന്നതിന് കാര്യം എന്നാലേ തീരത്തുള്ളത് പെട്ടെന്ന്. ലോങ് കോളം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മതി. നമുക്കിവിടെ പറയുന്നു എന്തായിരുന്നു പറഞ്ഞേ, അതായത് ലെന്ത് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 12 വരുന്ന കണ്ടീഷനിലാണ് നമ്മൾ ലോങ് കോളംസ് എന്ന് പറയുന്നത്. ഇഫ് ലെന്ത് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡൈമെൻഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 12 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 60 ആണ് ഇതിൻ്റെ ലെന്ത് വന്ന് നോക്കുക. ഇപ്പോൾ ലെന്ത് ഈസ് ഈക്വൽ ടു 60 വന്നു. അതേസമയം ഇവിടെ ലാറ്ററൽ ഡൈമെൻഷൻ 2 ആണ്. അപ്പോൾ 60/2 എന്ന് പറയുന്നത് എത്ര കിട്ടും, 60/30 കിട്ടും. ആ 30 എന്ന് പറഞ്ഞാൽ ഗ്രേറ്റർ ദാൻ 12 ആണ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വി ആർ ഹാവിങ് വെരി ഹയർ ലെന്ത്. എന്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ലീസ്റ്റ് ലാറ്ററൽ ഡൈമെൻഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലെന്ത് എന്ന് പറയുന്നത് വളരെ കൂടുതലാണെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് കോളംസ് ആർ നോൺ ആസ് ലോങ് കോളംസ്. ഈ ലോങ് കോളംസിലാണ് നമ്മൾ ഏളേഴ്സ് ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബക്ലിംഗ് ലോഡ് കണ്ടുപിടിക്കുന്നത്. ബക്ലിംഗ് ലോഡ് അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് എന്നൊക്കെ പറയും.
അയ്യോ ക്രിപ്ലിംഗ് ലോഡ് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള സാധനം എന്താണെന്നുള്ളത് ഇങ്ങോട്ട് വരാം. അപ്പോൾ ഈ യൂളേഴ്സ് ഫോമിൽ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ ഈ ലോങ് കോളംസിലാണ്. ഷോർട്ട് കോളംസിൽ എടുത്തിട്ട് അതെന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ബെൻഡിങ്ങിൻ്റെ കൊണ്ടുണ്ടാകുന്ന ഫെയിലിയർ പോസിബിലിറ്റി വളരെ കുറവാണ്. അത് നമ്മൾ അതിൻ്റെ കാര്യം നോക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ബെൻഡിങ്ങിൻ്റെ ചാൻസസ് കൂടുതലാവുന്ന സമയത്താണ് നമ്മൾ യൂളേഴ്സ് ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത്. അപ്പോൾ ലെന്ത് ബൈ ലീസ്റ്റ് ലാറ്ററൽ ഡയമെൻഷൻ ഈസ് ഗ്രേറ്റർ ദാൻ 12 വന്നാൽ നമുക്ക് ആ ഒരു കോളത്തിനെ ലോങ് കോളമായിട്ട് എഴുതാം. അല്ലെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്റ്റീവായിട്ട് പറയുകയാണെങ്കിൽ ലെന്ത് ഓഫ് ദ കോളം ഈസ് വെരി ലാർജ്. കോളത്തിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് വളരെ വലുതാണ് ആസ് കമ്പയർഡ് ടു ഇറ്റ്സ് ലാറ്ററൽ ഡയമെൻഷൻ. അതിൻ്റെ ലാറ്ററൽ ഡയമെൻഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് വളരെ വലുതാണെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് കോളംസ് ആർ ടേക്കൺ ആസ് ലോങ് കോളംസ്. ആൻഡ് ഇവിടുത്തെ അടുത്ത കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ സച്ച് കോളം ഡു നോട്ട് ഫെയിൽ ബൈ ക്രഷിംഗ് അലോൺ. ക്രഷിംഗ് കൊണ്ട് മാത്രം, അതായത് ഡയറക്റ്റ് കംപ്രസീവ് സ്ട്രെസ് കൊണ്ട് മാത്രം അത് എന്തില്ല, ഫെയിൽ സംഭവിക്കില്ല. അതിനെന്ത് സംഭവിക്കും, ബട്ട് ഓൾസോ ബെൻഡിങ്. അവിടെ ബെൻഡിങ് ഉണ്ട്, അതിനെ നമ്മൾ ബക്ലിംഗ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ ബെൻഡിങ് ബക്ലിംഗ് കൊണ്ടും അവിടെ എന്തുണ്ടാവാം, ഫെയിലുവർ ഉണ്ടാവാം ലോങ് കോളംസിൻ്റെ കേസിൽ. ഇനി ദ ലോഡ് അറ്റ് വിച്ച് ദ കോളം ബക്കിൾ ഈസ് നോൺ ആസ് ദ ബക്ലിംഗ് ലോഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം ലോഡ്. ആ ബക്ലിംഗ് ലോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഫെയിൽ ആവുന്ന ലോഡ്, അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്രിട്ടിക്കൽ ലോഡ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ അതിനെ നമ്മൾ ക്രിപ്ലിംഗ് ലോഡ് എന്ന് വിളിക്കും. അപ്പോൾ ഈ 3 പേരിലും നമുക്ക് എന്ത് വേണം, ഒരു കോളം എപ്പോഴാണ് ഫെയിൽ ആവുന്നത്, ബെൻഡിങ് കൊണ്ട് എപ്പോൾ ഫെയിൽ ആവുന്നു എന്ന് നമ്മൾ കാണിക്കുന്ന ലോഡിനെ ബക്ലിംഗ് ലോഡെന്നോ ക്രിട്ടിക്കൽ ലോഡെന്നോ അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡെന്നോ പറയാം. വി ഹാവ് ടു ഫൈൻഡ് ദീസ് ലോഡ്സ് കറസ്പോണ്ടിങ് ടു ഗിവൺ ടൈപ്പ് ഓഫ് ബീം. നമുക്ക് തന്നിരിക്കുന്ന ബീമല്ല, സോറി ഞാൻ ബീം എന്ന് ഉപയോഗിക്കുകയും പാടില്ല. ഗിവൺ ടൈപ്പ് ഓഫ് കോളം. ബീം എന്ന് പറയുന്ന സാധനം എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വെർട്ടിക്കൽ മെമ്പറാണ് നമ്മൾ കോളമായിട്ട്. അപ്പോൾ ഗിവൺ ടൈപ്പ് ഓഫ് കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, ബക്ലിംഗ് ലോഡ് കണ്ടുപിടിക്കണം, ക്രിട്ടിക്കൽ ലോഡ് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ ക്രിപ്ലിംഗ് ലോഡ് കണ്ടുപിടിക്കണം. ഇത് 3 ഒന്നാണ് എന്ന് മനസ്സിലാക്കുക. അതായത് ബെൻഡിങ് കൊണ്ട് അത് എപ്പോൾ ഫെയിൽ ആവും എന്ന് പറയുന്ന ലോഡിനെ അതിൻ്റെ ബക്ലിംഗ് ലോഡെന്നോ ക്രിട്ടിക്കൽ ലോഡെന്നോ ക്രിപ്ലിംഗ് ലോഡെന്നോ വിളിക്കാം. ഇനി നമ്മൾ യൂളേഴ്സ് ഇക്വേഷനാണ് അതിനുവേണ്ടി ഉപയോഗിക്കുന്നത്. യൂളേഴ്സ് ഇക്വേഷൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അസംഷൻസ് പറയുന്നത്. ദ അസംഷൻസ് മെയ്ഡ് ഇൻ ദ യൂളേഴ്സ് കോളം തിയറി. അപ്പോൾ യൂളേഴ്സ് കോളം തിയറി നമ്മൾ പറയുന്നുണ്ട്. യൂളേഴ്സ് കോളം തിയറി ഉപയോഗിച്ചിട്ടാണ് വി ആർ ഗോയിങ് ടു ഡിറൈവ് ദി ഇക്വേഷൻ ഫോർ ക്രിപ്ലിംഗ് ലോഡ്, അല്ലെങ്കിൽ ബക്ലിംഗ് ലോഡ്, അല്ലെങ്കിൽ നമ്മൾ ക്രിട്ടിക്കൽ ലോഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് അസംഷൻ, ദ കോളം ഈസ് ഇനിഷ്യലി പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആൻഡ് ദ ലോഡ് ഈസ് അപ്ലൈഡ് ആക്സിയലി. ഇപ്പോൾ കോളം എന്ന് പറയുന്നത് ആദ്യം ഇരുന്നത് പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു കോളം എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി, ഇപ്പോൾ ഇതൊരു കോളം ആണെങ്കിൽ ഈ കോളം എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. നമ്മളിവിടെ ഒരു ലോഡ് അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഇത് എന്ത് ചെയ്യത്തുള്ളൂ, ലോഡ് എവിടെയെങ്കിലും അപ്ലൈ ചെയ്യുമ്പോൾ മാത്രമേ ഇത് ഇങ്ങോട്ടേക്ക് ബെൻഡ് ആവത്തുള്ളൂ. അപ്പോൾ ഇനിഷ്യലി ഇറ്റ് ഈസ് പെർഫെക്റ്റ്ലി സ്ട്രെയിറ്റ് ആൻഡ് ദ ലോഡ് ഈസ് അപ്ലൈഡ് ആക്സിയലി. അതായത് ആക്സിയലി, ഇവിടെ നിന്ന് ലോഡ് ഇൻക്ലൈൻഡ് ആയിട്ടൊന്നും നമ്മൾ അടിച്ച് കയറ്റത്തില്ല. ഇഫ് ദർ ഈസ് എ ബീം ദെൻ വി ആർ അപ്ലൈയിങ് ദ ലോഡ് ആക്സിയലി. അതിന് ആക്സിസിന് എലോങ് ആയിട്ടായിരിക്കും, ടുവേർഡ്സ് ദാറ്റ് ബോഡി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, അതായത് കംപ്രസീവ് ലോഡിംഗ് ആണ് അത് അപ്ലൈ ചെയ്യുന്നത്, ലോഡ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇനിഷ്യലി ഇറ്റ് ഈസ് സ്ട്രെയിറ്റ്, ദ ബീം ഈസ് കോളം ഈസ് സ്ട്രെയിറ്റ് ആൻഡ് ദ ലോഡ് ഈസ് അപ്ലൈഡ് ആക്സിയലി. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ക്രോസ് സെക്ഷൻ ഓഫ് ദ കോളം ഈസ് യൂണിഫോം ത്രൂ ഔട്ട്. അപ്പം അവിടെ ബെൻഡിങ് സംഭവിച്ചാലും അവിടെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് യൂണിഫോം എന്നുള്ള അസംഷനാണ്. വേരിയേഷൻസ് വരാം, പക്ഷേ അത് അസ്യൂം ചെയ്തിരിക്കുക യൂണിഫോം ആണ്. ദ കോളം മെറ്റീരിയൽ ഈസ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് അറിയാലോ, അത് നമ്മൾ ഇലാസ്റ്റിക് മെറ്റീരിയലാണ്. ഫോഴ്സ് ലോഡ് റിമൂവ് ചെയ്യുമ്പോൾ പഴയ രീതി വരും. പിന്നെ ഹോമോജീനിയസ് ആണ്, സെയിം കെമിക്കൽ കോമ്പോസിഷനാണ്. പിന്നെ ഐസോട്രോപിക് ആണ്. ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷൻസ് നോക്കിയാലും അതിൻ്റെ പ്രോപ്പർട്ടീസ്, ദ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ആർ സെയിം. എല്ലാ പ്രോപ്പർട്ടീസ്, എക്സാമ്പിൾ നമ്മൾ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി പറഞ്ഞാൽ അത് ഏത് ഡയറക്ഷനിൽ, എക്സ് വൈ ഇസഡ് ഡയറക്ഷൻ, ഏത് ഡയറക്ഷൻ നോക്കിയാലും ദ പ്രോപ്പർട്ടീസ് ആർ സെയിം. ആൻഡ് ഒബേസ് ഹൂക്സ് ലാ, അറിയാലോ, ഇലാസ്റ്റിക് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് ചെയ്യുന്നു, ഹൂക്സ് ലാ എന്ത് ചെയ്യുന്നു, ഒബേ ചെയ്യുന്നുണ്ട്. പിന്നെ നാലാമത്തെന്ന് പറയുന്നത് ലെന്ത് ഓഫ് ദ കോളം ഈസ് വെരി ലാർജ് കമ്പയർഡ് ടു ലാറ്ററൽ ഡയമെൻഷൻ. സപ്പോസ് കാര്യം യൂളേഴ്സ് ഫോമിൽ ഒരിക്കലും ഷോർട്ട് കോളത്തിലുള്ളതല്ല, ലോങ് കോളത്തിലുള്ളതാണ്. അത് ലോങ് കോളം എന്താണെന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ലെന്ത് ഓഫ് ദ കോളം എന്ന് പറയുന്നത് വളരെ വലുതാണ് കമ്പയർഡ് ടു ലാറ്ററൽ ഡയമെൻഷൻസ്. ആൻഡ് ദ ഫിഫ്ത്ത് വൺ, ദ ഡയറക്റ്റ് സ്ട്രെസ് ഈസ് വെരി സ്മാൾ ആസ് കമ്പയർഡ് ടു ദ ബെൻഡിങ് സ്ട്രെസ്. ബെൻഡിങ് സ്ട്രെസ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഡയറക്റ്റ്, അതായത് ക്രഷിംഗ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ക്രഷിംഗ് കൊണ്ടുണ്ടാകുന്നത് നമ്മൾ നെഗ്ലക്ട് ചെയ്യുന്നു. ദെൻ വി ആർ കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ ബെൻഡിങ് സ്ട്രെസ് ഓർ ബക്ലിംഗ് സ്ട്രെസ്. ആ ബെൻഡിങ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ദ കോളം വിൽ ഫെയിൽ ഓൺലി ബൈ ക്രഷിംഗ് അലോൺ. അത് ക്രഷിംഗ് വഴി നമ്മൾ കോളം ഫെയിൽ ചെയ്യത്തുള്ളൂ. ദ സെൽഫ് വെയിറ്റ് ഓഫ് ദ കോളം ഈസ് നെഗ്ലിജിബിൾ. ഈ കോളത്തിൻ്റെ സെൽഫ് വെയിറ്റ് നെഗ്ലിജിബിൾ, ഈ വെയിറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അസംഷൻസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമായിട്ട് ചോദിക്കാറുണ്ട്. ആൻഡ് വാട്ട് ആർ ദ എൻഡ് കണ്ടീഷൻസ് ഫോർ ലോങ് കോളം. അത് ലോങ് കോളത്തിലെ ഓരോ എൻഡ് കണ്ടീഷൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പല ടൈപ്പിലുള്ള ലോങ് കോളംസിൻ്റെയും എന്ത് കണ്ടുപിടിക്കണം. വി ഹാവ് ടു ഫൈൻഡ് ദ ബക്ലിംഗ് ലോഡ്, ക്രിപ്ലിംഗ് ലോഡ്, ഓർ ക്രിട്ടിക്കൽ ലോഡ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയുന്നത് ബോത്ത് ദ എൻഡ്സ് ഓഫ് ദ കോളംസ് ആർ ഹിഞ്ച്ഡ്. ഇത് രണ്ട് ഹെൻസും ഹിഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മളൊരു പിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ടു റൊട്ടേറ്റ് ആണ്. എല്ലാ ഡയറക്ഷനുമല്ല, ഒരു പ്ലെയിനിൽ ഫ്രീ ടു റൊട്ടേറ്റ് ആണ്. പക്ഷേ രണ്ട് സ്ഥലത്തും ഹിഞ്ച് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ ഫ്രീ ടു റൊട്ടേറ്റ് വരില്ല, രണ്ട് സ്ഥലത്ത് ഹിഞ്ച് ചെയ്ത് വെക്കാൻ ഇങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ ഇവിടെ സംഭവം എന്ന് പറയുന്നത്
പക്ഷേ ഈ ഹിഞ്ചിൽ കിടന്ന് ഇത് ബെൻഡിങ് സംഭവിക്കാം. അപ്പോൾ ബോത്ത് എൻഡ്സ് ഓഫ് ദ കോളം ആർ ഹിഞ്ച്ഡ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സാധനം എന്ന് പറയുന്നത്. ബോത്ത് ദ എൻഡ്സ് എന്ന് പറയുന്നത് ആർ ഹിഞ്ച്ഡ്. അപ്പോൾ അതിന് നമ്മൾ പിൻഡ് എന്ന് പറയും. അപ്പോൾ ഇതേമാതിരി രണ്ട് എൻഡ്സും ഹിഞ്ചഡാണെന്ന് കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു സർക്കിൾ വരച്ചിട്ട് അതിനെയാണ് ബെൻഡിങ് നടക്കുന്നതാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. പിന്നെ ഒൺ എൻഡ് ഈസ് ഫിക്സഡ് ആൻഡ് ദ അതർ എൻഡ് ഈസ് ഫ്രീ. അപ്പോൾ ഒരു എൻഡ് ഫിക്സ് ചെയ്ത് വയ്ക്കും, ഒരു എൻഡ് ഫ്രീ ആണ്. ഫിക്സ് ചെയ്ത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് എങ്ങനെയല്ലേ, ഫിക്സ് ചെയ്യും, അതർ എൻഡ് ഫ്രീ ആണ്. അപ്പോൾ അവിടെ നമ്മൾ ലോഡ് അപ്ലൈ ചെയ്യുന്ന രീതിയിലാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത്തെ ബോത്ത് ദ എൻഡ്സ് ഓഫ് ദ കോളംസ് ആർ ഫിക്സഡ്. രണ്ട് എൻഡ്സും എന്താണ്, ഫിക്സ് ആണ്, ബോത്ത് ഫിക്സഡ് ആണ്. ബോത്ത് ഫിക്സ് വരുമ്പോൾ രണ്ട് സ്ഥലത്തും ഫിക്സ് ആണ്. ഇവിടെയും ഹാച്ച് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഹാച്ച് ചെയ്തിട്ടുണ്ട്. ബോത്ത് എൻഡ്സ് ഫിക്സഡ്. ഇവിടെ ഫ്രീ ആണ്, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒൺ എൻഡ് ഈസ് ഫിക്സഡ് ആണ്, അതർ എൻഡ് ഈസ് പിൻഡ്. അത് ഒരു എൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, അതാണ്ട് ഇവിടെ ഹാച്ച് ചെയ്തിട്ടുണ്ട്. അനദർ എൻഡ് ഈസ് പിൻഡ്, അതാണ്ട് ഇവിടെ സർക്കിൾ കാണിച്ചിട്ടുണ്ട്. പിൻഡ് ആണ് അല്ലെങ്കിൽ ഹിഞ്ച്ഡ് ആണ് നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഈ 4 കണ്ടീഷൻസിനുള്ള കോളത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാനായിട്ട് പോകുന്നത്. ഈ കോളത്തിനെ കുറിച്ചുള്ള സ്റ്റഡി തന്നെയാണ്. അപ്പോൾ അതിൽ സൈൻ കൺവേർഷൻ നമ്മൾ ഡെറിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ നോക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ പ്രോബ്ലം ചെയ്യാമെന്ന് പറഞ്ഞാൽ വളരെ പണിയൊന്നുമില്ല. നിങ്ങൾക്ക് മൊമെൻ്റ് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കാൻ അറിയാമെങ്കിൽ ഇത് ഒന്നും ചെയ്യാനില്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മൊമെൻ്റ് ഓഫ് ഇനേഷ്യ എന്ന് പറയുന്ന സാധനം നമ്മൾ ഐ സെക്ഷൻ ടി സെക്ഷൻ്റെയൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ ഒന്നുകൂടി അത് ഇതിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് അത് എങ്ങനെ കണ്ടുപിടിക്കണം, എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ അത് ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നുള്ളത് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. അപ്പോൾ നമ്മളിവിടെ സൈൻ കൺവേർഷൻ നോക്കുമ്പോഴത്തേക്ക്, കൺവെൻഷൻ നോക്കുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് രീതിയിലുള്ള ബെൻഡിങ് നമുക്ക് സംഭവിക്കാം. ഒന്നെന്ന് പറയുന്നത് ഇങ്ങനെ കോൺവെക്സിറ്റിയിൽ, അതായത് ഈ ഒരു സ്ഥലത്ത് പുറത്തേക്ക് തള്ളിക്കൊണ്ട് ഇത് ബെൻഡ് ചെയ്യുക. അതായത് ഈ ഒരു സർഫസ് നോക്കിയാൽ മതി. അപ്പോൾ ഈ ഒരു സർഫസിൽ കോൺവെക്സിറ്റി വരുവാണെങ്കിൽ ദ സൈൻ ഈസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ബെൻഡിങ്ങിൻ്റെ സൈൻ. ബെൻഡിങ് മൗണ്ട് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണല്ലോ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അബൌട്ട് ദാറ്റ് പോയിന്റ്. അപ്പം ആ പോയിന്റിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അവിടെ എന്താണ് ബെൻഡിങ് കിട്ടുമെന്നറിയാം. ഫോഴ്സ് ഇൻറ്റു ആ ഡിസ്റ്റൻസ് ചെയ്താൽ മതി. പക്ഷേ അതിന് പ്ലസ് കൊടുക്കണോ നെഗറ്റീവ് കൊടുക്കണോ എന്നുള്ള ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പോൾ ഇത് ഇങ്ങനെ കോൺവെക്സിറ്റി വരുവാണെങ്കിൽ ഇത് ഫ്രീ എൻഡിലൊക്കെ അങ്ങനെ വരുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ എന്ത് വരും, പോസിറ്റീവ് സൈൻ കൊടുക്കണം ബെൻഡിങ്ങിന്. അതേസമയം ഇങ്ങനെ കോൺകേവ് രീതിയിലുള്ള, അതായത് ഇതിനകത്തേക്ക് ബെൻഡ് ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ അകത്തേക്ക് ബെൻഡ് ആവുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് കൊടുക്കണം, നെഗറ്റീവ് സൈൻ ആയിരിക്കണം ബെൻഡിങ് മൊമെൻറ്റിന് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത് എന്തിനുള്ള സാധനമാണ്, ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സൈൻ കൺവേർഷൻസ് ആണ്. അത് ആലോചിച്ചോളണം. ഈ ബെൻഡിങ് മൊമെൻറ്റിൻ്റെ സൈൻ കൺവേർഷൻസ് ആണ് ഒന്ന് പോസിറ്റീവും നെഗറ്റീവും, ഡിപ്പെൻഡിങ് ഓൺ ദി എന്താണ് ടൈപ്പ് ഓഫ് ബെൻഡിങ്. അത് കോൺവെക്സിറ്റി വരുവാണെങ്കിൽ പോസിറ്റീവാണ്, കോൺകേവിറ്റി വരുവാണെങ്കിൽ അകത്തേക്ക് ബെൻഡ് ആവുകയാണെങ്കിൽ, പുറത്തേക്ക് ബെൻഡ് ആവുകയാണെങ്കിൽ അത് പോസിറ്റീവ് എന്നും, അകത്തേക്ക് ബെൻഡ് ആവുകയാണെങ്കിൽ അതെന്താണ് നെഗറ്റീവ് ഒന്നും ആലോചിച്ചിരുന്നാൽ മതി. ഇനി നമ്മൾ ഓരോ 4 എൻഡ് കണ്ടീഷൻസ് ഉണ്ട്. ഓരോ എൻഡ് കണ്ടീഷൻസിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, യു ആർ ഗോയിങ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് എന്താണ് ക്രിപ്ലിംഗ് ലോഡ്. അപ്പോൾ ഇവിടെ നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഒരെണ്ണത്തിൻ്റെ മാത്രം ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഒരെണ്ണത്തിൻ്റെങ്കിലും ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ബാക്കിയുള്ളതിനെ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്തിട്ടേക്കാം. അപ്പോൾ ആ ഒരു സാധനം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ തീർച്ചയായും നിങ്ങൾ നോക്കിയിരിക്കണം. ഈ 4 എണ്ണത്തിൻ്റെയും ബെൻഡിങ്ങിൻ്റെ എന്താണ് ഡെറിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. അപ്പം അത് നോക്കുക. അതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് എല്ലാം ചെയ്തു പോവാം. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേഷൻ മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുകയാണ്. അപ്പം ഇതിൽ 2 കോളംസ്, 2 എൻഡ്സും ഹിഞ്ച്ഡ് ആണ്. ഇവിടെ ഹിഞ്ച്ഡ് ആണ്. അപ്പോൾ ഇത് ഹിഞ്ച്ഡ് ആയിട്ടുള്ളത് ബെൻഡ് ആവുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ആക്ട് ചെയ്യുന്ന 2 ക്രഷിംഗ് ലോഡ്സ്, കംപ്രസിബിൾ ലോഡ്സ് എന്ന് പറയുന്നത് പിയും ആണ്. ആ ലോഡ്സ് ആക്ട് ചെയ്യുന്ന 2 എൻഡ്സിൽ ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്കൊരു പോയിന്റ്, ഞാൻ ഇതിൻ്റെ ടോട്ടൽ ലെന്ത് ഓഫ് ദ കോളം എന്ന് പറയുന്നത് സ്മാൾ ലെറ്റർ എൽ ആണ്. ഞാൻ ഈ കോളത്തിലൊരു പോയിന്റ് എടുത്തു, സി എന്ന് പറയുന്ന പോയിന്റ്. ഇറ്റ് ഈസ് ആക്ച്വലി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് വൈ. അതായത് ഡിഫ്ലക്ഷൻ, ഇതിന് സംഭവിച്ച ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത് വൈ ആണ്. അത് എത്ര ഡിസ്റ്റൻസ് മാറി നിൽക്കുവാണ്, നമ്മുടെ ഈ ഒരു എൻഡിൽ നിന്ന് എക്സ് ഡിസ്റ്റൻസ് മാറി നിൽക്കുവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ബെൻഡിങ് മൗണ്ടിൻ്റെ ഇക്വേഷൻ ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്ഷൻ പോർഷൻസിൽ നമ്മൾ പഠിച്ചതാണ്. ഇ ഐ ഇൻറ്റു ഡി മക്കോളിസ് മെത്തേഡിന് മുമ്പ് ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ആണ് ഇവിടുത്തെ ബെൻഡിങ് മൗണ്ടിൻ്റെ ഇക്വേഷൻ എന്ന് പഠിച്ചു. അപ്പോൾ അത് ഞാൻ ഇവിടെ ഇക്വേറ്റ് ചെയ്യുന്നു. ഇവിടുത്തെ ബെൻഡിങ് മൗണ്ട് എടുക്കുമ്പോൾ സി എന്ന് പറയുന്ന ഫോഴ്സ് പോയിന്റ് വിത്ത് റെസ്പെക്റ്റ് ഉള്ള ബെൻഡിങ് മൗണ്ടാണ്. ദ ലോഡ് ആക്ടിങ് ഈസ് പി ആണ് ഇവിടുത്തെ ആക്ട് ചെയ്യുന്ന ലോഡ്. ഈ സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, വൈ ആണ്. ദെർഫോർ പി ഇൻറ്റു വൈ വിൽ ബി ദ ബെൻഡിങ് മൊമെന്റ്. ഇറ്റ് ഈസ് നെഗറ്റീവ് ബിക്കോസ് ബൈ യൂസിങ് ദിസ് സൈൻ കൺവെൻഷൻ വി ഹാവ് ടു ഗിവ് ദ ബെൻഡിങ് മൊമെന്റ് നെഗറ്റീവായിട്ട് കൊടുക്കണം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഇതിങ്ങനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് എന്ത് കിട്ടാൻ പറ്റും, ഇ ഐ ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് എന്താണ് പി ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാം. ഈ ഇ ഐ കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ ഇക്വേഷൻ എന്താവും, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ഇ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇ ഐ വെട്ടിപ്പോവും. ഇവിടെ ഇ ഐ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പി ബൈ ഇ ഐ എന്ന് വരും ഇൻറ്റു വൈ ഈക്വൽസ് 0 എന്ന് പറയുന്ന കണ്ടീഷനിലേക്ക് വരും. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ വേണം. വാട്ട് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ? വി ഹാവ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദിസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ജസ്റ്റ് എഴുതി വെക്കുവാണ്. അതായത് ഇപ്പോൾ ഒരു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് ആൽഫ വൈ ഈക്വൽ ടു 0 എന്ന് പറയുന്ന ടൈപ്പ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനും നിങ്ങൾ ഓക്സിലറി ഇക്വേഷനൊക്കെ എഴുതിയിട്ട് അതിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്തൊക്കെയാണ് ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ എന്ത് കണ്ടുപിടിക്കുന്നത്,
സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ഡീപ്പായിട്ടൊന്നും പോകണ്ട. ഇപ്പോൾ ഇവിടെ ഇതൊരു കോംപ്ലക്സ് d² + 1 = 0 എന്ന് പറയുന്ന ഓക്സിലറി ഇക്വേഷൻ വെച്ചിട്ട് d² + y 1 = 0 എന്ന് പറയുന്ന ഓക്സിലറി ഇക്വേഷൻ കിട്ടും. അവിടെ നിന്ന് d² = -1 വരും. അപ്പോൾ അവിടെ കോംപ്ലക്സ് റൂട്ട്സ് ഒക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ഇക്വേഷൻ ഇപ്പോൾ ഇതിന് പെട്ടെന്ന് നമുക്ക് എഴുതുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് എഴുതി വെച്ചേക്കുക. d²y/dx² + α y = 0 ആണെങ്കിൽ y = c1 കോൺസ്റ്റൻറ്റ് കോസ് √α, അതായത് y-യുടെ കോയിഫിഷ്യൻ √α(x) + c2 sin √α(x) എന്ന് പറയുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ എന്ന് നമുക്കറിയാം. അപ്പോൾ ആ സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ സൊല്യൂഷൻ എഴുതാൻ പോകണം. ഐ ആം ഗോയിങ് ടു റൈറ്റ് the solution of this differential equation, which is y equals ഇവിടെ c1 വരെ ഇവിടെ c1 into cos of എന്താണ് ഇവിടെ ആൽഫയുടെ സ്ഥലത്ത് വൈയുടെ കോയിഫിഷ്യൻറ്റ് p/ei ആണ് അല്ലേ. അപ്പോൾ p/ei എന്ന് പറയുന്നതിൻ്റെ റൂട്ട് നമ്മളിവിടെ എടുക്കണം. p/eiയുടെ റൂട്ട് എക്സ് അവിടെ വെച്ച് തീർന്നു, പ്ലസ് പിന്നെ അടുത്ത് എന്താണ് c2 into sin എന്താണ് √x √α എന്ന് പറഞ്ഞാൽ ഇവിടെ ആൽഫയ്ക്ക് വരെ എന്താണ് p/ei ആണ്. അപ്പോൾ √of p/ei into x. അപ്പോൾ this is the solution of എന്താണ് this differential equation. Now we have to find the values of c1 and c2. അപ്പോൾ c1 and c2ൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷൻസ് ഉണ്ട്. We are going to apply the boundary conditions. That the first one at this point the x = 0. എക്സിൻ്റെ വാല്യൂ 0 ആണ്. ഇവിടുത്തെ ഡിഫ്ലക്ഷൻ 0 ആണല്ലോ. y ആണ് നമ്മുടെ ഡിഫ്ലക്ഷൻ, y = 0. നമ്മൾ മക്കോളീസ് മെത്തേഡൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ y-യുടെ വാല്യൂ അറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഫസ്റ്റ് അറ്റ് വെൻ x = 0 എന്താണ് y = 0. അപ്പോൾ ഇത് ഇംപ്ലൈസ് y-യുടെ വാല്യൂ 0 കൊടുക്കാം. ഇവിടെ c1 വരും, cos into 0 cos of 0 വരുമല്ലോ, cos of 0 + c2 into sin ഇതിനകത്ത് x ഉള്ളതുകൊണ്ട് 6 കൊണ്ട് കൊണ്ടുപോയി sin 0 0 ആയിപ്പോയി. അപ്പോൾ cos 0 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലേ. അപ്പോൾ 0 = c1 into 1 + 0 എന്ന് കിട്ടും. അവിടെ നിന്ന് c1 = 0 എന്ന് കിട്ടിയല്ലോ. ദിസ് ഈസ് ദ ഫസ്റ്റ് സൊല്യൂഷൻ. അപ്പോൾ c1ൻ്റെ വാല്യൂ കിട്ടി. നൗ വി ഹാവ് ടു അപ്ലൈ ദ സെക്കൻഡ് വൺ. അപ്ലൈയിങ് ദി സെക്കൻഡ് വൺ അറ്റ് x = നമുക്ക് എത്ര അടുത്ത എൻഡിലേക്ക് പോകണം. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതുവരെ ആവും. അപ്പോൾ x = ഈ ഒരു ലെന്ത് L, y is also equal to 0. y എന്ന് പറയുന്നത് 0 = 0 ആണ്. അപ്പോൾ x = 0 then y x = L then y is equal to 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ L കൊടുക്കുമ്പോൾ y-യുടെ വാല്യൂ ഇവിടെ 0 കൊടുക്കുക. അപ്പോൾ y-യുടെ വാല്യൂ 0 കൊടുത്തു, എക്സിൻ്റെ സ്ഥലത്ത് L കൊടുക്കണം. അപ്പോൾ c1 0 ആയതുകൊണ്ട് ഈ ഒരു കംപ്ലീറ്റ് ടേം എന്ന് പറയുന്നത് 0 ആയി പോകും. പിന്നെ അത് എഴുതാൻ നിൽക്കണ്ട. പ്ലസ് c2 into sin of എന്താണ് അതിനകത്ത് വരുന്നത് √of p/ei into L എന്ന് പറയുന്ന സാധനം വരും അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ അവിടുത്തെ എന്തെന്ന് പറഞ്ഞാൽ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലേതാ. അപ്പം ഇതിൽ c2 എന്ന് പറയുന്നത് = 0 കൊടുക്കാൻ പറ്റത്തില്ല. c2 = അപ്പോൾ ഇവിടെ നിന്ന് 0 = നമുക്ക് എന്ത് കിട്ടും, c2 into sin of എന്താണ് √p/ei into L എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. c2 = 0 കൊടുത്താൽ 0 = 0 അത് നമുക്കറിയാം. പക്ഷേ ഇത് = എന്താവണം, 0 ആകണം ആണല്ലോ. അത് പോസിബിൾ അല്ല. y = 0 പോസിബിൾ അല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സൈൻ ഓഫ് നമുക്ക് എന്ത് കൊടുക്കാം, ഇവിടെ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം, സൈൻ ഓഫ് എന്താണ് √of p/ei into L is equal to 0. അതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ഒരു റിക്വേർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഒരു റിക്വേർഡ് സൊല്യൂഷൻ ഞാൻ അവിടെ എഴുതി വെച്ചു. അപ്പോൾ ഇനി സൈൻ L of √of ഈ സാധനം എങ്ങനെ 0 ആവും, എപ്പോഴൊക്കെ 0 ആവും, ഇതൊന്നും ഇതിൻ്റെ വാല്യൂ sin 0 എന്ന് പറഞ്ഞാൽ 0 ആണ് അല്ലേ. അപ്പോൾ എന്താണ് sin 0 is equal to നമുക്ക് എന്തെന്നറിയാം, 0 എന്നറിയാം. sin π is equal to എന്തെന്നറിയാം, 0 എന്നറിയാം. sin 2π is equal to എന്തെന്നറിയാം, 0 എന്നറിയാം. അപ്പം ഇങ്ങനെ വാല്യൂസൊക്കെ 0 0 0 എന്നറിയാം. അപ്പം ഒരു ലീസ്റ്റ് പ്രാക്ടിക്കൽ വാല്യൂ നമ്മൾ എടുക്കുവാണെങ്കിൽ ലാസ്റ്റ് sin 0 ആംഗിൾ അവിടെ പോസിബിൾ അല്ല, ഡിഫ്ലക്ഷൻ്റെ ഇതാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൈ എന്ന് പറയുന്ന ലീസ്റ്റ് പോസിബിൾ ആംഗിൾ, അതായത് ഇത് = പൈ എന്ന് പറഞ്ഞെടുക്കുക. അപ്പോൾ √of എന്ത് കിട്ടും, ലീസ്റ്റ് ടേക്കിംഗ് ദ ലീസ്റ്റ് പോസിബിൾ ആംഗിൾ p/ei. അതിൻ്റെ പുറത്ത് എന്തുണ്ട്, റൂട്ടിന് പുറത്താണ് L കിടക്കുന്നത്, അത് ഓർമ്മയാണ്. ഫ്രണ്ട് എഴുതി എന്ന് പറഞ്ഞ് അകത്താണെന്ന് വിചാരിച്ചുകളായിരുന്നു. വിച്ച് is equal to പൈ എന്നെടുക്കുക അല്ലേ. ഇവിടെ നമുക്ക് p ആണ് കണ്ടുപിടിക്കേണ്ടത്. വി ആർ ടു സ്ക്വയർ ബോത്ത് സൈഡ്സ്. സ്ക്വയറിംഗ് ദ ബോത്ത് സൈഡ്സ് വി ഗെറ്റ് L² into p/, ആ റൂട്ട് അങ്ങ് പോകും അല്ലേ. ei = π² എന്ന് കിട്ടും. From this equation we can write p = π² ei എന്താണ് L², and this is our required solution. ഇതാണ് നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനമാണ് നമ്മുടെ എന്തെന്ന് കപ്ലിംഗ് ലോട്ട് ഫോർ എന്താ ഫോർ എ ബീം, ഫോർ എ കോളം, വീണ്ടും ബീം എന്നേ വരുന്നുള്ളൂ. ഫോർ എ കോളം which is subjected to എന്താണ് ടു compressive loads and the ends are
ബോത്ത് ഹിഞ്ച്ഡ്, രണ്ട് ഹിഞ്ചും ഹിഞ്ച്ഡ് ആയിട്ടുള്ള സാധനം. ഇതേമാതിരി നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട്, പക്ഷേ ബൗണ്ടറി കണ്ടീഷൻസ് വ്യത്യാസം വരും. ഹിഞ്ച്ഡ് ആകുമ്പോഴത്തേക്കും ഫിക്സഡ് ആകുമ്പോഴത്തേക്കും അവിടെ y=0 കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുള്ള സാധനമാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ വേറൊരു ഇക്വേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇതിൻ്റെ നോട്ട് ഞാൻ ഇട്ടേക്കാം. ബാക്കി കൂടെ ഉള്ളത് രണ്ടാമത്തെ ഒരു ലിങ്കായിട്ട് ഇട്ടേക്കാം. അത് ബെൻസാൽ സാറിൻ്റെ ടെസ്റ്റ് എന്നാണ്. സത്യം പറഞ്ഞാൽ മോസ് പഠിക്കാൻ ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു ഇതിൽ ബെൻസാൽ സാറിൻ്റെ ടെസ്റ്റാണ്. കാര്യം കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ മോസ് പഠിക്കാം, അതിൻ്റെ കൺസെപ്റ്റ്സ്, അത്യാവശ്യം കൺസെപ്റ്റ്സ് എല്ലാം നമുക്ക് അതിൽ കൺസെപ്റ്റ് വളരെ ചുരുക്കത്തിൽ കൺസെപ്റ്റ്സ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ആൻഡ് ഇറ്റ് ഈസ് ഫോളോയിങ് എ ഡെഫിനറ്റ് പാത്ത്. അതായത് ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ഉണ്ട്. കാര്യം ഫസ്റ്റ് മൊഡ്യൂളിൽ അവസാന മൊഡ്യൂൾ വരെയും നമ്മൾ എന്ത് ചെയ്യാണ്, അതിനെ കൂട്ടി നമ്മൾ അറിവ് കൂട്ടി കൊണ്ടുപോകണം. അപ്പോൾ ചിലപ്പോൾ ഒരു മൊഡ്യൂൾ എടുക്കുമ്പോൾ വേറെ രീതിയിലും മറ്റേ മൊഡ്യൂൾ എടുക്കുമ്പോൾ വേറെ രീതിയിലും അല്ല ഒരേ സാധനത്തിന് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റെ കറക്റ്റ് ഒരു സിസ്റ്റമാറ്റിക് ഓർഡറിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ബെൻസാൽ സാറിൻ്റെ ടെസ്റ്റിൽ തന്നെയാണ് ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ജസ്റ്റ് ഈ ഉള്ള സാധനം ഈ എൻ്റെ ഉള്ളത് ഞാൻ ഒന്ന് സ്കാൻ ചെയ്തിട്ടേക്കാം. ബാക്കി നിങ്ങൾ ടെസ്റ്റ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ലൈബ്രറിയിൽ പോയിട്ട് ടെസ്റ്റ് എടുത്ത് സാറിന് ടെസ്റ്റ് എടുത്ത് പഠിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് എക്സ്പ്രഷൻ ഫോർ ക്രിപ്ലിംഗ് ലോഡ് വെൻ ബോത്ത് ദ എൻഡ്സ് ഓഫ് ദ കോളംസ് ആർ ഹിഞ്ച്ഡ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ കാണാൻ പഠിക്കണം. ഈ ഇക്വേഷനാണ്. ഇനി ഞാൻ ഇതിൻ്റെ ഡെറിവേഷൻ ചെയ്തിട്ടില്ല. കോളം ഈസ് ഫിക്സഡ് ആൻഡ് വൺ പോയിന്റ് എന്ന് പറയുന്നത് വൺ എൻഡ് ഓഫ് ദ കോളം ഈസ് ഫിക്സഡ് ആൻഡ് ദ അതർ എൻഡ് ഈസ് ഫ്രീ. ഒരു എൻഡ് ഫിക്സഡും ഒരു എൻഡ് ഫ്രീയും ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പി എന്ന് പറയുന്ന ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഹാവിങ് എ പർട്ടിക്കുലർ ഡിഫ്ലക്ഷൻ എ അറ്റ് ദിസ് പോയിന്റ്. അത് മാക്സിമം ഡിഫ്ലക്ഷൻ ഇവിടെ എ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് വി വിൽ ഗെറ്റ് ദിസ് ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ക്രിപ്ലിംഗ് ലോഡ്. അപ്പോൾ ഇതാണ് അവിടുത്തെ π² EI/4L². അതേസമയം ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആണെങ്കിൽ, അപ്പോൾ ഇവിടെയും ഫിക്സഡ് ആണ് ഇവിടെയും ഫിക്സഡ് ആണ്, രണ്ട് ലോഡ്സ് അവിടെ രണ്ട് സ്ഥലത്ത് ആക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ലോഡ് വരും കേട്ടോ. അപ്പം രണ്ട് ലോഡ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ലോഡ്സിൽ ആക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, നമുക്കവിടെ ക്രിപ്ലിംഗ് ലോഡ് അവിടെ ഇങ്ങനെ കിട്ടും. 4π² EI/L². അതേസമയം വൺ എൻഡ് ഫിക്സഡും അതർ എൻഡ് ഹിഞ്ച്ഡും ആണ്. അപ്പോൾ ഇത് മാറിപ്പോകരുത്. ഓരോന്നിനും ഓരോ ഇക്വേഷൻസാണ്, ചെറിയ വേരിയേഷൻസേ ഉള്ളൂ. അപ്പോൾ ഏകദേശം 2π² EI/L². അപ്പോൾ ഏകദേശം ഒരേമാതിരി ഇരിക്കുന്ന ഇക്വേഷൻസാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് പഠിക്കുന്നതിന് വേണ്ടി ഈ ഇക്വേഷൻസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് പഠിക്കുന്നതിന് വേണ്ടി ഒരു ചെറിയൊരു മാർഗ്ഗം അല്ലെങ്കിൽ ചെറിയൊരു അറേഞ്ച്മെൻറ്റ് നമ്മൾ ചെയ്യാനായിട്ട് പോവുക. പെട്ടെന്ന് പഠിക്കുന്നതിന് വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു സാധനം ഡിഫൈൻ ചെയ്യാൻ പോവുക. വി ആർ ഗോയിങ് ടു ഡിഫൈൻ വാട്ട് ഈസ് എഫക്റ്റീവ് ലെങ്ത് ഓർ അൻ ഇക്വലൻറ്റ് ലെങ്ത് ഓഫ് ദ കോളം എന്ന് പറയും. അപ്പോൾ എഫക്റ്റീവ് ലെങ്ത് ഓർ ഇക്വലൻറ്റ് ഇതൊക്കെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പറയുന്നതാണേ. നമ്മൾ അടുത്ത വീഡിയോയിൽ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ സാധനങ്ങളൊക്കെ മനസ്സിലേക്ക് ഓടി വരണം. അവിടെ എക്സ്ട്രാ വരേണ്ട സാധനം നമ്മുടെ എന്താണ് മൗണ്ട് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്നതാണ്. അത് ഞാൻ ഇത്തിരി സമയമെടുത്തായാലും ഒരു പ്രോബ്ലം, ഒന്നോ രണ്ടോ പ്രോബ്ലം ടി സെക്ഷനും ഐ സെക്ഷനും മൗണ്ട് ഓഫ് ഇനേഷ്യ കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് മാത്രം ഞാൻ സെപ്പറേറ്റ് ഒരു സംഭവം ചെയ്യാം. മൗണ്ട് ഓഫ് ഇനേഷ്യ എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളത് സെപ്പറേറ്റ് ആയിട്ടും കൂടെ വേണമെങ്കിൽ ഒന്ന് ചെയ്യാം. അതൊന്ന് കമൻറ്റ് ഇട്ടേക്കാം നിങ്ങൾക്ക് അത് സെപ്പറേറ്റ് വേണമെങ്കിൽ ഐ സെക്ഷൻ്റെയും ടി സെക്ഷൻ്റെയും. പക്ഷേ പ്രോബ്ലത്തിൻ്റെ കൂട്ടത്തിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. അപ്പം എഫക്റ്റീവ് ലെന്ത് എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഇതിൽ ഏകദേശം എല്ലാം ഒരേപോലെ ഇരിക്കും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ബോത്ത് ഹെൻസ് ഹിഞ്ച്ഡ്, അതായത് രണ്ട് ഹെൻസും ഹിഞ്ച്ഡ് ആയിട്ടുള്ള സ്ഥലത്ത് P = π² EI/L² എന്ന് പറഞ്ഞല്ലോ. ഈ ഒരു സാധനത്തിൽ എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള സാധനം ആലോചിച്ചു നോക്കി. ഈ ഒരു സംഭവം നോക്കിയോ, ഈ π² EI എന്ന് പറയുന്ന എല്ലാത്തിലും ഉണ്ട്. ഇവിടെ ഉണ്ട്, ഇവിടെ π² EI ഉണ്ട്, π² × EI ഉണ്ട്, ഇവിടെയുണ്ട്. അപ്പോൾ ഈ സാധനം ഇതെല്ലാം കോമണാണ്. ബാക്കി നമ്മൾ 4L²ഉം 4/L², 2/L² ഇങ്ങനെയുള്ള സാധനങ്ങളാണ് മാറി വരുന്നത് അല്ലേ. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് പെട്ടെന്ന് പഠിക്കുന്നതിന് വേണ്ടി, പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി I am going to define അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫൈൻ ചെയ്യാൻ പോവാണ് എ ലെങ്ത് വിച്ച് ഈസ് നോൺ ആസ് ദ എഫക്റ്റീവ് ലെങ്ത്. അതായത് ഇതിൻ്റെ ഡിനോമിനേറ്ററിൽ π² EI എന്ന് പറയുന്നത് നമ്മൾ കോമൺ ആയിട്ട് ഇട്ടിട്ട് π² EI എന്ന് പറയുന്ന കോമൺ ആയിട്ടതിന് ശേഷം അടുത്ത ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിനോമിനേറ്ററിൽ LE² എന്ന് പറയുന്ന ഒരു ടേം കൊടുക്കുകയാണ്. അപ്പോൾ ഈ LE² എന്ന് പറയുന്ന ടേം കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ ഈ LE എന്ന് പറയുന്നതിനാണ് നമ്മൾ എഫക്റ്റീവ് ലെങ്ത് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ലെങ്ത് ഓഫ് ആൻ ഇക്വലൻറ്റ് കോളം ദ സെയിം ഫോർ ദ സെയിം മെറ്റീരിയൽ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സെയിം മെറ്റീരിയലിലുള്ള കോളത്തിൻ്റെ ലെന്താണ് ആൻഡ് ക്രോസ് സെക്ഷൻ വിത്ത് ഹിഞ്ച്ഡ് എൻഡ്സ്. അതായത് ഞാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഇക്വേഷനാണ്, ഹിഞ്ച്ഡിൻ്റെ ഇക്വേഷൻ. പക്ഷേ മാറ്റിയിട്ട് അവിടെ LE കൊടുത്തു. അതിൻ്റെ പ്രത്യേകത എന്താ, ഹാവിങ് ദ വാല്യൂ ഓഫ് ക്രിപ്ലിംഗ് ലോഡ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ദ ഗിവൺ കോളം. അതായത് തന്നിരിക്കുന്ന ഗിവൺ കോളത്തിൻ്റെ ക്രിപ്ലിംഗ് ലോഡിന് ഈക്വലൻ്റ് ആയിട്ടുള്ള വാല്യൂ കിട്ടുന്ന രീതിയിൽ നമ്മൾ ഹിഞ്ച്ഡിൻ്റെ ലോഡിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ അതിൻ്റെ ഡിനോമിനേറ്ററിൽ വരുന്ന ലെന്തിനെയാണ് എഫക്റ്റീവ് ലെങ്ത് ഓഫ് ദി
കോളം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു കോളം നമ്മൾ ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു കോളം അതെടുത്തിട്ട് എഫക്റ്റീവ് ലെന്ത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബോത്ത് എൻഡ്സ് ഫിക്സഡ് ആയിട്ടിൻ്റെ എഫക്റ്റീവ് ലെന്ത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത് ഇത് ഇക്വേഷൻ ഈസ് ഇതിൻ്റെ സെയിം ക്രിപ്ലിംഗ് ലോഡ് എടുത്തിട്ട് നമ്മൾ ഹിഞ്ചിഡിൽ അപ്ലൈ ചെയ്യും. ഹിഞ്ചിഡിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഈ എൽ ഇയുടെ വാല്യൂ എന്ത് വരുന്നു അതാണ് അതിൻ്റെ എഫക്റ്റീവ് ലെന്ത് എന്ന് പറഞ്ഞാൽ. സിംപ്ലി പറഞ്ഞാൽ ഒരു ഇക്വേഷൻ. ആ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഇക്വേഷനെ വെച്ചിട്ട് നമ്മൾ ബാക്കി എന്ത് ചെയ്യുന്നു, ലോഡ് സെറ്റ് ചെയ്യുന്നു. അതായത് ബാക്കിയുള്ളതിൻ്റെ ലോഡും കൂടി അതിൽ ഒറ്റ അടിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഒറ്റ ഇക്വേഷനായിട്ട് പഠിക്കുന്നു. അതായത് നമ്മൾ ബോത്ത് എൻഡ്സ് ഹിഞ്ചഡ് ആണെങ്കിൽ, രണ്ട് എൻഡ്സ് ഹിഞ്ചഡ് ആണെങ്കിൽ എൽ ഇക്ക് വരെ എൽ എന്ന് കൊടുത്താൽ, അതായത് ഇതാണ് ലെന്ത് ഓഫ് ദ ബോത്ത് എൻഡ്സ് ഹിഞ്ചഡ് ആണെങ്കിൽ ഇതാണല്ലേ ലെന്ത് എന്ന് പറയുന്നത് എല്ലാണ്. അപ്പോൾ എൽ ഇയുടെ സ്ഥലത്ത് എൽ ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ, സ്മാൾ ലെറ്റർ എൽ സ്ക്വയർ എന്ന് പറയും. അതേസമയം ബോത്ത് ഹെൻസ് എന്താണ്, ഒരു എൻഡ് ഫിക്സറും ഒരു എൻഡ് ഫ്രീയും ആണ്. വൺ എൻഡ് ഈസ് ഫിക്സർ ആൻഡ് അതർ എൻഡ് ഈസ് ഫ്രീ. അങ്ങനെയാണെങ്കിൽ എൽ ഇ സീക്വൾ ടു എന്ത് വരും, 2L വരും. അപ്പോൾ എൽ ഇ സീക്വൾ ടു 2L വരുന്നതെന്ന് പറഞ്ഞാൽ എൽ ഇ 2L വന്ന ഡിനോമിനേറ്റർ എന്ത് വരും, 4 എൽ ഇ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 × L സ്ക്വയർ, 4 × L സ്ക്വയർ ആയത്. അപ്പോൾ ഈ ഇക്വേഷൻ കിട്ടും. ഇനി ബോത്ത് എൻഡ്സ് ഫിക്സർ ആണെന്ന് പറയുമെങ്കിൽ ഈ ഒരു കണ്ടീഷൻ എൽ ഇ സീക്വൾ ടു L/2. L/2 എന്ന് പറയുന്നത് ഇവിടെ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ L സ്ക്വയർ ബൈ 4. L സ്ക്വയർ ബൈ 4ൽ 4 അങ്ങ് മോളിൽ പോയാൽ 4 പൈ സ്ക്വയർ EA/L സ്ക്വയർ, ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇനി ഇതിൽ എൽ ഇയുടെ വാല്യൂ എന്ന് പറയുന്നത് L/√2 കൊടുത്താൽ, L/√2 സ്ക്വയർ എന്താണ്, എൽ ഇയുടെ സ്ക്വയർ എത്ര, L സ്ക്വയർ ബൈ √2 സ്ക്വയർ 2 തന്നെ കിട്ടും. 2 അങ്ങ് മോളിൽ പോകും. അപ്പോൾ 2 പൈ സ്ക്വയർ EA/L സ്ക്വയർ എന്തിൻ്റെ വാല്യൂ കിട്ടും, വൺ എൻഡ് ഈസ് ഫിക്സഡ് ആൻഡ് അതർ എൻഡ് ഈസ് ഹിഞ്ചഡ്. അപ്പോൾ സിംപ്ലി പറഞ്ഞാൽ യു ഹാവ് ടു എന്താണ് ബൈ ഹാർട്ട് ദിസ് ഇക്വേഷൻ. ഞാൻ ഇതൊക്കെ പറഞ്ഞതിന് കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് ഒരു എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്, പ്രോബ്ലം ചെയ്യുമ്പോൾ ഈ ഫിഗർ വരച്ചിട്ടൊക്കെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടെയാണ് ഇത് പറയുന്നത്. ഇതിപ്പോൾ ഈ അടുത്ത വീഡിയോയിലേക്ക് പോകുമ്പോൾ ഇതങ്ങ് മറന്നു പോകരുത്. അപ്പം ഈ വെറുതെ ഇത് എഴുതേണ്ട, ഇത് ആദ്യമേ അങ്ങ് എഴുതിയാൽ പോരെ എന്നൊന്നും വിചാരിച്ച് കളയരുത്. അതിൻ്റേതായ കാരണങ്ങളുണ്ട്. അപ്പോൾ P ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ EA/L ഇ സ്ക്വയർ എന്ന് പറയുന്ന സാധനം, എൽ ഇയുടെ വാല്യൂ എൽ കൊടുത്താൽ നമുക്ക് ബോത്ത് ഹെൻസ് ഹിഞ്ചഡ് കിട്ടും. എൽ ഇയുടെ വാല്യൂ 2L കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പല ഇക്വേഷൻ ചുമ്മാ എല്ലാം കൂടെ ഇന്ന് കാണാൻ പഠിക്കണ്ട. എൽ ഇയുടെ വാല്യൂ 2L എന്ന് കൊടുക്കണമെന്ന് പഠിച്ചാൽ ഒരു എൻഡ് ഫിക്സറും അടുത്ത എൻഡ് ഹിഞ്ചഡ് ഫ്രീ ആണെങ്കിൽ. ഇനി ഒരു എൻഡ് രണ്ട് എൻഡും ഫിക്സർ ആണെങ്കിൽ എൽ ഇയുടെ വാല്യൂ L/2 കൊടുക്കണമെന്ന് പഠിക്കണം. ഇനി അതേസമയം ഒരു എൻഡ് ഫിക്സർ ഒരു എൻഡ് ഹിഞ്ചഡ് ആണെങ്കിൽ L/√2 കൊടുക്കണമെന്ന് പഠിക്കണം. അപ്പോൾ ഇക്വേഷൻ ഒരെണ്ണം കാണാൻ പഠിക്കുക. എൽ ഇ എന്ന് പറയുന്ന പല കണ്ടീഷൻസ് ഓർത്തിരിക്കുക. യു ക്യാൻ ഫൈൻഡ് എന്താണ് ക്രിപ്ലിംഗ് ലോഡ് ബൈ ഈസിലി സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ ഗിവൺ വാല്യൂസ്. വന്നിരിക്കുന്ന വാല്യൂ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് P എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞല്ലോ ആകെ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ I ആണ്. അവിടെ മാക്സിമം കുഴപ്പിക്കാൻ അവർ ചോദിക്കുന്ന I ആണ്. ആക്ച്വലി മെക്കാനിക്സിൽ I കണ്ടുപിടിക്കാൻ പഠിച്ചവർക്ക് ഒരു പാടുമില്ല ഈ ഒരു പ്രോബ്ലം ചെയ്യുക എന്ന് പറഞ്ഞാൽ 10 മാർക്ക് സുഖമായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എന്താണ് എഫക്റ്റീവ് ലെന്തിനെ കുറിച്ച്. ഇനി അപ്പോൾ അടുത്ത നമ്മൾ അറിയേണ്ടത് ക്രിപ്ലിംഗ് സ്ട്രെസ് ഇൻ ടേംസ് ഓഫ് എഫക്റ്റീവ് ലെന്ത്. അപ്പോൾ ക്രിപ്ലിംഗ് ലോഡ് ഇനി കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിനെയാണ്, അത് ക്രിപ്പിളായി പോകുന്നത് അല്ലെങ്കിൽ ബെൻഡായി നമ്മൾ ആവുന്ന ബെൻഡിങ് ആവുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ എന്താണ് ക്രിപ്ലിംഗ് സ്ട്രെസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്രിപ്ലിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു പൈ സ്ക്വയർ E/LE/K സ്ക്വയർ, വേർ K ഇസ് ദ റേഡിയസ് ഓഫ് ഗൈറേഷൻ. നമുക്ക് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ ഈ K എന്ന് പറഞ്ഞാൽ. അപ്പോൾ Kയുടെ വാല്യൂ ടേംസിൽ നമുക്ക് ക്രിപ്ലിംഗ് സ്ട്രെസ് കിട്ടും. ഇനി വാട്ട് ഈസ് ദ സ്ലെൻഡർനെസ് റേഷ്യോ, സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ റേഷ്യോ ഓഫ് ആക്ച്വൽ ലെന്ത് ഓഫ് ദ കോളം ടു ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. അതായത് ഒരു കോളത്തിൻ്റെ ആക്ച്വൽ ലെന്തിനെ ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെ നമ്മളെന്ന് വിളിക്കുന്ന സ്ലെൻഡർനെസ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ബെൻഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ലീസ്റ്റ് റേഡിയസ് ഓഫ് ഗൈറേഷൻ ആണ്. അപ്പോൾ ബ്ലെൻഡിങ് കൊണ്ടുണ്ടാകുന്ന ഈ ഒരു ഫെയിലുവറിന് ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷറുകളാണ്. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമ്മൾ ഈ ക്രിപ്ലിംഗ് ലോഡ് ഉപയോഗിക്കുമ്പോൾ, ക്രിപ്ലിംഗ് ലോഡിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഹിഞ്ചഡ് ബോത്ത് എൻഡ്സ് ഹിഞ്ചഡിൻ്റെ കേസിൽ എല്ലിൻ്റെ എഫക്റ്റീവ് ലെന്ത് എന്ന് പറയുന്നത് L ഈസ് ഈക്വൽ ടു എൽ ഇ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ എഫക്റ്റീവ് ലെന്ത് നമുക്കിപ്പം കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ L/K ആണ് എന്ന് വെക്കുക. അപ്പോൾ ഈ ക്രിപ്ലിംഗ് സ്ട്രെസ് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ എൽ ഇ എന്ന് പറയുന്നത് ഈക്വൽ ടു L ആണല്ലോ നമ്മൾ ബോത്ത് എൻഡ്സ് ഹിഞ്ചഡ്. അപ്പോൾ L/K സ്ക്വയർ എന്ന് വരും. അപ്പോൾ ഈ ഒരു സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം, പൈ സ്ക്വയർ E/L/K ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ L/K എന്ന് പറഞ്ഞാൽ സ്ലെൻഡർനെസ് റേഷ്യോ ആണ്. അപ്പോൾ സ്ലെൻഡർനെസ് റേഷ്യോ വളരെ കുറവാണെങ്കിൽ ഈ ക്രിപ്ലിംഗ് സ്ട്രെസ് എന്ന് പറയുന്നത് വളരെ ഹൈ കിട്ടും. ക്രിപ്ലിംഗ് സ്ട്രെസ് ഈസ് ഈക്വൽ ടു വളരെ വളരെ കൂടുതൽ കിട്ടും. ഇത് ഡിനോമിനേറ്റർ എന്ത് ചെയ്യുന്നു, വെരി ലോ ആണെങ്കിൽ ഈ ക്രിപ്ലിംഗ് സ്ട്രെസ് വളരെ കൂടുതലുണ്ട്. ഒരിക്കലും ക്രഷിംഗ് സ്ട്രെസ്സിനെക്കാട്ടി കൂടുതലായിരിക്കില്ല ക്രിപ്ലിംഗ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഡയറക്റ്റ് ക്രഷിംഗ് മൂലം ഉണ്ടാകുന്ന ഫെയിലുവറിന് തൊട്ട് മുമ്പ് ക്രിപ്ലിംഗ് ഫെയിലുവർ സംഭവിച്ചിരിക്കും, അല്ലെങ്കിൽ അതിന് മുമ്പേ ക്രിപ്ലിംഗ് ഫെയിലുവർ നടക്കും ലോങ് കോളംസിൻ്റെ കേസിൽ. അപ്പോൾ ലോങ് കോളംസിൽ നമ്മൾ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, സ്ലെൻഡർനെസ് റേഷ്യോ വളരെ ലെസ് ആണെങ്കിൽ ഈ യൂളേഴ്സ് ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരും. ആ യൂളേഴ്സ് ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾ കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ ഫെയിലുവർ സംഭവിക്കും കൂടെ കോളം. എന്താണ്, നിങ്ങൾ പാലം നിർമ്മിച്ചാൽ പാലം പൊടിഞ്ഞ് വീഴും. നിങ്ങൾ എന്താണ് ഈ സ്ലെൻഡർനെസ് റേഷ്യോ വെച്ചിട്ട് കുറവായിട്ടുള്ള സമയത്ത് നിങ്ങൾ എന്താണ് ക്രിപ്ലിംഗ് ലോഡ് ഇത് വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നത്, യൂളേഴ്സ് ഇക്വേഷൻ വെച്ചിട്ടാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ. ഇതൊക്കെ 18ാം നൂറ്റാണ്ടിലൊക്കെ കണ്ടുപിടിച്ച ഇക്വേഷൻസ് ആണെന്ന് തോന്നുന്നു.
അപ്പോൾ ഇഫ് ദ സ്ലെൻഡർനെസ് റേഷ്യോ ഈസ് വെരി ലെസ് അല്ലെങ്കിൽ ലെസ് ദാൻ 80 ദെൻ വിത്ത് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ്, അതായത് ബോത്ത് എൻഡ്സ് ഹിഞ്ച്ഡ് കേസിൽ ദെൻ ദ യൂലേഴ്സ് ഫോർമുല വിൽ നോട്ട് ബി വാലിഡ്. വീലോസ് അത് പുള്ളിക്കാരൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, അത് നമ്മളായിട്ട് കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ അത് എന്താണെന്ന് കൂടി അത് ഉപയോഗിക്കരുതെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആലോചിച്ചോളണം. അപ്പോൾ ഇത്രയാണ് ഹോൾ അബൌട്ട് ദ കോളംസിനെ കുറിച്ചിട്ട്, അതിൻ്റെ ഫെയിലിയറിനെ കുറിച്ചിട്ട്, അതിൻ്റെ തിയറി, അതിൻ്റെ ഡെറിവേഷൻസ്, ഈ 3 സാധനങ്ങളും നിങ്ങൾ നോക്കിയിരിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡയറക്റ്റ് വി ആർ ഗോയിങ് ടു ഡു ദ പ്രോബ്ലംസ് ചെയ്യുന്നത് അടുത്ത സെഷനായിട്ട് ചെയ്യാം. അപ്പോൾ അതും കൂടെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു 6th മോഡ്യൂളിലുള്ള ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ ആവും. പിന്നെ നമുക്ക് 5th മോഡ്യൂളിലേക്ക് പോകാം.